രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഉടനെ തന്നെ രാവണൻ എന്ത് ചെയ്തു? തൻ്റെ സൈന്യാധിപന്മാരെയും അതേപോലുള്ള വീരന്മാരായിട്ടുള്ള യോധ പ്രമുഖന്മാരെയും മന്ത്രിമാരെയും എല്ലാവരെയും വരുത്തി ഒരു വലിയ സഭ വിളിച്ചുകൂട്ടി. എന്നിട്ട് ആ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാവണൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, കുറെ നാൾ മുമ്പ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാരുതി ഏകനായിട്ട് ഈ ലങ്കാപുരത്തിനുള്ളിലേക്ക് കടന്നുവന്ന് ഇവിടെ ചെയ്തു പോയിട്ടുള്ളതായ കാര്യങ്ങൾ. മാരുതിയെ ബന്ധിക്കാനോ തടുക്കാനോ തടയാനോ ഒന്നും നമുക്ക് സാധിച്ചില്ല. അയാൾ ഈ ലങ്ക മുഴുവൻ ഭസ്മീകരിച്ചു. എന്നിട്ടാണ് തിരിച്ചു പോയത്. സീതാദേവിയെ കണ്ടു, സീതയ്ക്ക് സന്ദേശം നൽകി, സീതയുടെ പ്രതിസന്ദേശവും വാങ്ങിച്ചു. എന്നിട്ട് അനേകം രാക്ഷസവീരന്മാരെ കൊന്നു. രാവണന്റെ പുത്രനായിരിക്കുന്ന അക്ഷകുമാരനെയും ആ കൂട്ടത്തിൽ കൊന്നു. എന്നിട്ടാണ് ലങ്ക മുഴുവൻ ചുട്ടുപൊട്ടിച്ചത്. അതെല്ലാം ഒരു വാനരൻ ചെയ്തതാണ്. ഇപ്പോൾ വലിയൊരു വാനര സൈന്യമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ കപികുല സേനയും രാമനും അബ്ധിതൻ ഉത്തരതീരെ മരുവുന്നോർ. സമുദ്രത്തിന്റെ ഉത്തരതീരത്തില്, വടക്കേ തീരത്തില് വാനരന്മാരുടെ ഒരു വലിയ സൈന്യവുമായിട്ട് രാമൻ എത്തിച്ചേർന്നിരിക്കുന്നു. അവിടെ അവര് സമുദ്രം കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കൂട്ടുകയാണ്. അപ്പോ നമുക്ക് ചുമ്മാതിരിക്കാൻ പറ്റില്ലല്ലോ. കർത്തവ്യമെന്ത് നമ്മാൽ ഇനി എന്നതും ചിത്തേ നിരൂപിച്ച് കൽപ്പിക്കുക. നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണ്, അനുഭവ സമ്പത്തുള്ള ആളുകളാണ്. എത്രയോ യുദ്ധങ്ങളിൽ സ്വന്തം തന്റെ ഇടം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. ലങ്കയ്ക്ക് വിജയം നേടിത്തന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കാണ്, ഇനി ഈ അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ, എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് അചഞ്ചലം. എന്റെ കണ്ണുകൾ നിങ്ങളാണ്. നിങ്ങളിലൂടെയാണ് ഞാൻ കാണുന്നത്, നിങ്ങളിൽ കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളിൽ കൂടിയാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്റെ ബുദ്ധി നിങ്ങളുടെ എല്ലാം ബുദ്ധിയാണ്. അങ്ങനെ എന്റെ സർവസ്വവും നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്നോട് ഇളക്കമില്ലാത്തതായ സ്നേഹമുണ്ട്. നിങ്ങൾ ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന ഇത്രയും കാലത്തെ എൻ്റെ അനുഭവം എനിക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. അതുകൊണ്ട് ഈ അവസരത്തിൽ എന്ത് വേണം എന്ന് നിങ്ങളെല്ലാവരും പറയുക. ഇങ്ങനെ രാവണൻ സാഹചര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം നിശ്ചയിച്ച് അറിയിക്കാനായിട്ട്, അഭിപ്രായങ്ങൾ പറയാനായിട്ട് ആ രാക്ഷസവീരന്മാരോട് പറഞ്ഞപ്പോ ഓരോരുത്തരായിട്ട് എണീറ്റ് നിന്ന് മറുപടി പറഞ്ഞു തുടങ്ങി. അല്ലയോ മഹാരാജാവേ, ലോകങ്ങളെല്ലാം ജയിച്ച ഭവാന് ഇന്നൊരാകുലമെന്ത് ഭവിച്ചത് മാനസേ. അങ്ങ് ആരാണ് എന്നുള്ളത് അങ്ങ് മറന്നുപോയോ? അങ്ങൊരു സാധാരണ രാജാവല്ല, ലോകങ്ങളെ മുഴുവൻ ജയിച്ചയാളാണ്. അങ്ങനെയുള്ള അങ്ങയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു രാമൻ, ഒരു മനുഷ്യൻ വാനരങ്ങളെയും കൂട്ടി ലങ്ക ആക്രമിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോഴേക്കും ആകുലത, ദുഃഖം, ഭയപ്പാട് ഉണ്ടാകാൻ കാരണമെന്താ? ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങയ്ക്ക് ഒരിക്കലും ഒരു പ്രകാരത്തിലും ഭയപ്പാടുണ്ടായിട്ടില്ലല്ലോ. അങ്ങ് ഈ പ്രകാരത്തിൽ ഒരിക്കലും ഭയക്കേണ്ട കാര്യമില്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അവര് ആദ്യമേ തന്നെ രാവണന് ധൈര്യം കൊടുത്തുകൊണ്ട് രാവണനോട് പറയുകയാണ്, മർത്യനാം രാമങ്കൽ നിന്ന് ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അദ്ഭുതം. രാമൻ ആരാ? ഒരു മനുഷ്യൻ.
മനുഷ്യർക്ക് രാക്ഷസന്മാരോട് എതിരിടാനുള്ളതായ കരുത്തുണ്ടോ? ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ളതാണല്ലോ. അങ്ങനെ ഇരിക്കവേ മനുഷ്യനായ രാമനെക്കുറിച്ച് ഇങ്ങനൊരു ഭയം അങ്ങയുടെ മനസ്സിലുണ്ടായത് വളരെ അത്ഭുതം തന്നെയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അങ്ങ് വൃത്രാരിയെ പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വ വിനിക്ഷിപ്യ പത്തനെ സത്വരം. ഇന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആളാണല്ലോ. അങ്ങയുടെ പുത്രൻ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഇന്ദ്രനെ പിടിച്ചു കെട്ടി, എന്നിട്ട് അവിടെ നിന്നിട്ട് ലങ്കയിലേക്ക് കൊണ്ടുവന്നു, ഇവിടുത്തെ കാരാഗ്രഹത്തിലിട്ടു. അങ്ങനെ എങ്ങും പരന്നതായ കീർത്തിയുടെ ഉടമയായി മാറി അങ്ങ്. ഇന്ദ്രനെ ജയിച്ചവൻ എന്നുള്ള കീർത്തി, ഇന്ദ്രജിത്ത് എന്നുള്ള പേര് അങ്ങയുടെ പുത്രനും വന്നു ചേർന്നു. അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഈ രാമൻ എന്ത് ഭയം ഉളവാക്കാനാണ്? പോരാത്തതിന് അങ്ങയുടെ ജ്യേഷ്ഠനാണെന്നിരിക്കലും ദേവനാണ് അദ്ദേഹം. അദ്ദേഹം ധനത്തിന്റെ അധിപതിയാണ്, വിത്തേശനാണ്, കുബേരൻ, വൈശ്രവണൻ. അദ്ദേഹത്തെ അങ്ങ് ജയിച്ചില്ലേ? എവിടെ? ഇവിടെ നിന്ന് അങ്ങ് നേരെ ഉത്തരദിക്കിൽ ചെന്ന്, കൈലാസത്തിന്റെ വടക്കേ ചെരുവിലാണ് കുബേരന്റെ പട്ടണം അളകാപുരി. അവിടെ ചെന്നിട്ട് വിത്തേശനപുര യുദ്ധമധ്യേ ഭവാൻ ജിത്വ ജിതശ്രമം പോരും ദശാന്തരെ. അങ്ങനെ ആ കുബേരനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയിട്ട് ജയിച്ച് അങ്ങ് ആ അളകാപുരി മുഴുവൻ കൊള്ള ചെയ്ത് തിരിച്ചു വരുമ്പോൾ കുബേരന് ബ്രഹ്മാവ് നിർമ്മിച്ച് കൊടുത്തതാണല്ലോ പുഷ്പകം എന്ന് പേരായ വിമാനം. ആ പുഷ്പവിമാനത്തെയും അങ്ങ് കൊള്ള ചെയ്തു കൊണ്ടുവന്നു. അതിലാണ് ആ കുബേരന്റെ പട്ടണത്തിലുള്ളതായ വിശിഷ്ട വസ്തുക്കളെല്ലാം അങ്ങ് എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങ് പോരുന്നത്. അങ്ങനെ ഇങ്ങോട്ട് വരുന്ന അവസരത്തിൽ അങ്ങ് എന്തെല്ലാം അത്ഭുത കർമ്മങ്ങൾ ചെയ്തു ഓർക്കുന്നില്ലേ? ലോകം മുഴുവൻ അങ്ങയുടെ കരുത്തിനെ പാടിക്കേൾപ്പിക്കുന്നു. അങ്ങ് കൈലാസത്തിന് അഭിമുഖമായി നിന്നു. കൈലാസത്തെ അവിടെ നിന്നിട്ട് മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട് കൈലാസത്തോട് ആജ്ഞാപിച്ചു. മാറിപ്പോ എന്ന്. കൈലാസം അനുസരിച്ചില്ല. അങ്ങ് 20 കരങ്ങൾ കൊണ്ട് കൈലാസത്തെ കുത്തിയെടുത്തിട്ട് ആകാശത്തേക്ക് ഉയർത്തി അമാനമാടി. അത് കണ്ട് സന്തോഷിച്ചിട്ട് സാക്ഷാൽ മഹാദേവൻ തന്നെ അങ്ങയ്ക്ക് ചന്ദ്രഹാസം തന്ന് അങ്ങയെ അനുഗ്രഹിച്ചില്ലേ? ഈ ലോകത്ത് മറ്റാർക്കാണ് ഇത്ര വലിയ അത്ഭുതം ചെയ്യാനായി സാധിച്ചത്? കാലിനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവൂ? ഇതെല്ലാം പോരാഞ്ഞിട്ട് അങ്ങ് യമപുരിയിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്നു. എന്നിട്ട് ആ കാലനെ യുദ്ധത്തിൽ ജയിച്ചു. കാലൻ അടിയറോ പറഞ്ഞ് തോൽവി സമ്മതിച്ച് തിരിച്ചു പോവേണ്ടി വന്നു. അങ്ങനെ കാലനെ തോൽപ്പിച്ച അങ്ങയ്ക്ക് കാലദണ്ഡം എന്ന് കേട്ടുകഴിഞ്ഞാൽ ഭയം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പിന്നെ അങ്ങ് എങ്ങനെ രാമനെ ഭയക്കുന്നു? പോരാത്തതിന് മയൻ എന്നുപേരായ അസുരരാജാവ് അങ്ങ് ആജ്ഞാപിച്ച അവസരത്തിൽ ഭയന്നിട്ടാണ് അദ്ദേഹത്തിന്റെ പുത്രിയായിരിക്കുന്ന മണ്ഡോദരിയെ അങ്ങയ്ക്ക് വിവാഹം കഴിച്ചു തന്നത്. അങ്ങനെ അങ്ങയുടെ പ്രഭാവം ആ അസുരലോകത്തിലും അങ്ങ് അചഞ്ചലമായിട്ട് പ്രതിഷ്ഠിച്ചു. അങ്ങനെയുള്ള അല്ലയോ മഹാരാജാവേ, അങ്ങ് ഞങ്ങൾക്ക് ആജ്ഞ തന്നാൽ മാത്രം മതി. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് കൽപ്പന തന്നാൽ മാത്രം മതി. അതിനുള്ള അധികാരം തന്നാൽ മാത്രം മതി. ഞങ്ങൾ എല്ലാവരെയും അയക്കേണ്ട കാര്യമില്ല. ഞങ്ങളിൽ ഒരാൾ മതി. രാമനെയും മുഴുവൻ വാനരങ്ങളെയും ഇല്ലാതാക്കാൻ മാനമോടുന്നിന് ഞങ്ങളിൽ ഏകനെ മാനസയെ കൽപ്പിച്ചയക്കുന്നതാകിലോ. ഞങ്ങളിൽ ഒരുത്തനെ ആരെ അയക്കണമെന്ന് അങ്ങ് തീരുമാനിക്കണം. എന്നിട്ട് അങ്ങ് കൽപ്പിച്ച് അങ്ങോട്ട് അയക്കണം രാമന്റെ കഥ കഴിക്കാനായിട്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയും ഇല്ലെന്നതും വരും. ഞങ്ങൾ ഒരുത്തരം അങ്ങോട്ട് നിന്നാൽ മതി. രാമനെന്നല്ല, ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടാവില്ല, തീർത്തുകളെയും എല്ലാത്തിനെയും. എന്ന് മാത്രമല്ല വാനരങ്ങളും ഉണ്ടാവില്ല.
അങ്ങനെ കരുത്തന്മാരായ ഞങ്ങൾ അങ്ങയെ സേവിക്കാൻ എന്തിനും തയ്യാറായിട്ട് അങ്ങയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങ് എന്തിന് വ്യസനിക്കുന്നു എന്നിങ്ങനെ ആ രാക്ഷസ വീരന്മാരെല്ലാം പഴയകാല സംഭവങ്ങൾ രാവണനെ ഓർമ്മിപ്പിച്ച് രാവണന് ധൈര്യം പകർന്നുകൊണ്ട് വേണ്ടത് യുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുക. രാമൻ ഇങ്ങോട്ട് വരുന്ന അവസരത്തിൽ നമ്മൾ രാമനുമായി സന്ധി ചെയ്യുകയല്ല വേണ്ടത്. കീഴടങ്ങുന്ന കാര്യമോ പോകട്ടെ, അങ്ങനൊരു പ്രശ്നമേ ഇല്ല. സന്ധി പോലുമില്ല, സന്ധിയിൽ തുല്യതയാണ് വരുന്നത്. അതുമില്ല, രാമനെ സമ്പൂർണമായിട്ട് തകർക്കുക. അങ്ങാണ് ഈ ലോകത്തിന് മുഴുവൻ അധീശ്വരൻ. ഇങ്ങനെ രാക്ഷസവീരന്മാര് രാവണന് ധൈര്യം കൊടുക്കുമ്പോൾ ആ മഹാസഭയിൽ രാവണന്റെ അനുജൻ കുംഭകർണൻ വന്നു ചേരുകയാണ്. കുംഭകർണൻ അപ്പോഴേക്കും നിദ്രയിൽ നിന്ന് ഉണർന്നു. 6 മാസം ഉറക്കവും 6 മാസം ഉണർന്നിരുന്ന ഈ ലോകത്തിൽ വേണ്ടുന്ന ഉപദ്രവങ്ങളൊക്കെ ചെയ്യലുമാണ് കുംഭകർണന്റെ പരിപാടി. അങ്ങനെ ആ ഉറക്കത്തിന്റെ കാലാവധി കഴിഞ്ഞു. ഇനി ഉണർന്നിരിക്കാനുള്ള സമയമാണ്. അതിനു വേണ്ടിയിട്ട് ആ വിദ്വാൻ ഇങ്ങോട്ട് വന്നു. ആ വിദ്വാൻ ഇങ്ങോട്ട് വന്നിട്ട് ആ സഭയിലെത്തി രാവണനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ മന്ത്രിമാര്, അങ്ങയുടെ സൈന്യാധിപന്മാർ പലതും അങ്ങയെ പറഞ്ഞു കേൾപ്പിച്ചു. ഈ അവസരത്തിൽ എനിക്ക് അങ്ങയോട് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഈ സദസ്സിൽ വെച്ച് തന്നെ ഞാൻ അങ്ങയോട് പറയാം. അങ്ങത് കേട്ടുകൊള്ളുക, അത് മനസ്സിലാക്കിക്കൊള്ളുക. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും പ്രാണഹാനിക്ക് തന്നെ ധരിക്ക നീ. ആദ്യമായിട്ട് ഒരാള് രാവണന് വിപരീതമായി രാവണന്റെ സഭയിൽ വെച്ച് പറയാണ്, ഉപദേശിക്കുകയാണ്. രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ദേവന്മാരുടെ കൂട്ടത്തിലും ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ശത്രുവായിട്ടുള്ള രാമന്റെ ദൂതൻ അങ്ങനെ പറഞ്ഞു. അത് നമ്മൾ കേട്ടതാണ് സുന്ദരകാണ്ഡത്തിൽ, ആഞ്ജനേയ ഗീത അല്ലെങ്കിൽ ഹനുമത് ഗീത. ഉറപ്പായിട്ട് ആഞ്ജനേയൻ പറഞ്ഞു, അത് ശത്രുവിന്റെ ദൂതന്റെ വാക്കുകളാണ്. ആ ദൂതൻ നിസ്സാരനല്ല, അതുകൊണ്ടാണ് അങ്ങനെ അത്രയേറെ ധൈര്യത്തോടുകൂടി പറഞ്ഞത്. അതല്ലാതെ ഈ ലോകത്തിൽ ആരും രാവണന് വിപരീതമായി നേരിട്ട് എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇതാ രാക്ഷസ വംശത്തിൽ പിറന്ന ഒരാൾ, വിശേഷിച്ചും രാവണന്റെ അനുജൻ തന്നെ, രാവണന്റെ ബലത്തിന്റെ 1/2 ഈ കുംഭകർണനാണ്. അയാൾ തന്നെയാണ് പറയുന്നത്, അങ്ങ് ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തല്ലോ. അരീജനെ അങ്ങോട്ട് അയച്ചതും സീതയെ മോഷ്ടിച്ചതും അങ്ങനെയുള്ളതായ കർമ്മങ്ങൾ, ഇതെല്ലാം പ്രാണഹാനിക്കു തന്നെ ധരിക്കുന്ന അങ്ങയുടെ പ്രാണനെ ഇല്ലാതാക്കുന്നതിലാണ് ഫലിക്കുക. ഇതിനെല്ലാം പ്രയോജനം അതാണ്. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം, രാമൻ അങ്ങയെ ഒരു നിമിഷം കണ്ടാൽ മതി. ആ നിമിഷം കൊണ്ട് തന്നെ രാമൻ അങ്ങയെ കാലപുരിയിലേക്ക് പറഞ്ഞയച്ചു കളയും. അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് അങ്ങയോട് ഉപദേശിക്കാൻ മുഖ്യമായ ഒന്നാണുള്ളത്. എന്താ അത്? ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. അങ്ങക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങിപ്പോ സർവ്വ ഐശ്വര്യങ്ങളുടെ നടുവിൽ ലങ്കാധിപനായിട്ട് സുഖമായി ഇവിടെ കഴിയുന്നു. ഇതേ പ്രകാരത്തിൽ അങ്ങക്ക് ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് രാമനോടുള്ള വിരോധം കളഞ്ഞേക്കുക, രാമനെ സേവിച്ചുകൊള്ളുക. എന്താണെന്നറിയോ, അങ്ങ് വിചാരിക്കുന്ന പോലെ ഒരു മനുഷ്യനല്ല രാമൻ. രാമൻ മനുഷ്യനല്ല, ഇതങ്ങ് മനസ്സിലാക്കണം. ലോകത്തിൽ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയാണ്, രാമൻ ദശരഥന്റെ മകനാണ്, മനുഷ്യനാണ് എന്ന്. അല്ല, ഏകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. അദ്ദേഹം മഹാവിഷ്ണുവാണ്, അദ്ദേഹം നാരായണനാണ്. അദ്ദേഹം ഈ ലോകത്തിനെല്ലാം അതീതമായിട്ട് വർത്തിക്കുന്നയാളാണ്.
അയാൾ ഒരാൾ മാത്രമേ ഉള്ളൂ. രാമൻ ഒരാൾ മാത്രമേ ഉള്ളൂ. രണ്ടാമതൊരു ദേവനില്ല. എല്ലാം രാമൻ മാത്രം. ഈ പ്രപഞ്ചത്തിൽ നാം എന്തൊക്കെ കാണുന്നുവോ അതെല്ലാം രാമന്റെ തന്നെ വൈവിധ്യമാർന്ന ആകൃതികളാണ്. അതല്ലാതെ രാമൻ സാധാരണ ഒരു മനുഷ്യനാണെന്ന് ധരിക്കരുത്. എല്ലാറ്റിൻ്റെ ഉള്ളിലും എല്ലാറ്റിൻ്റെ പുറമേയും നിറഞ്ഞ സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന നിർഗുണ നിരാകാര ബ്രഹ്മമാണ് രാമൻ. അതുകൊണ്ട് രാമനെ തന്നെ ആശ്രയിക്കുക. അതുകൊണ്ട് അങ്ങേക്ക് ശ്രേയസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ അങ്ങ് ഭൗതികമായ മോഹങ്ങൾ വച്ച് പുലർത്തിയാലോ മീനും മാനും ഒക്കെ നശിക്കുന്ന പോലെ അങ്ങ് നശിച്ചു പോകും. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ച് താനെ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു. മീനുകളുടെ കുഴപ്പം എന്താ? അതിന് രസത്തിലാണ് മോഹം, രുചിയിലാണ് മോഹം. നാവിനെ തൃപ്തിപ്പെടുത്തുന്ന രുചി അതിൽ അമിത മോഹമാണ്. അപ്പോൾ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യും? ചൂണ്ടയിൽ ഏതെങ്കിലും ഒരു ജീവിയെ കൊരുത്ത്, മീനിന് ഇഷ്ടമുള്ളൊരു ജീവിയെ കൊരുത്ത് വെള്ളത്തിലോട്ടിടും. അതിനെ കണ്ടിട്ട് മീൻ ചെന്ന് വിഴുങ്ങും. എന്തിനാ വിഴുങ്ങുന്നത്? ഈ ജീവിയെ വിഴുങ്ങുന്നു എന്നുള്ള വിചാരത്തിലാണ്. നാവിൻ്റെ രുചിയിലുള്ളതായ മോഹത്താൽ അതിനെ ചെന്ന് വിഴുങ്ങും. പക്ഷെ വിഴുങ്ങുന്നത് വെളിച്ചത്തെയാണ്, ചൂണ്ടയെയാണ് വിഴുങ്ങുന്നത്. അതിൻ്റെ ഫലമോ മീന് മരിച്ചു പോകുന്നു. ഇതേപോലെ മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നതു. മൃഗങ്ങൾ, മാനുകൾ, അവർക്ക് സംഗീതം വളരെ ഇഷ്ടമാണ്. നാദഭേദങ്ങൾ, സംഗീതം അതിൽ വലിയ മോഹമാണ്. കാട്ടിൽ വസിക്കുന്ന വേടന്മാരെന്ത് ചെയ്യും? മാനുകളുടെ ഈ സ്വഭാവ ദൗർബല്യം അവർക്കറിയാം. മാനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ വല വയ്ക്കും. എന്നിട്ട് അതിനടുത്തിരുന്നിട്ട് മാനുകൾ കാണാതെ ഒളിഞ്ഞിരുന്നിട്ട് മധുരമായ സംഗീതം ഉതിർക്കും. ആ സംഗീതം കേട്ടിട്ട് ആ സംഗീതം പുറപ്പെടുന്ന ദിശയിലേക്ക് മാനുകൾ ചെന്ന് ഈ വലയിൽ കുരുങ്ങും. വേടന്മാർ ആ മാനിനെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ മാനുകൾക്ക് ദേഹനാശം വരുന്നത് സംഗീതത്തിലുള്ള ഭ്രമം കൊണ്ട്, മീനുകൾക്ക് രുചിയിലുള്ളതായ ഭ്രമം കൊണ്ട്. അഗ്നിയെ കണ്ട് മോഹിച്ച് ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതവണ്ണം. ശലഭങ്ങൾ രാത്രിയിൽ അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് അഗ്നി ജ്വലിക്കുന്ന കണ്ടിട്ട് നേരെ അതിലേക്ക് പറന്നു ചെല്ലും. ചെന്ന് കഴിഞ്ഞിട്ട് അടുത്തെത്തുമ്പോഴാണ് അതിൻ്റെ ചിറകെല്ലാം കരിഞ്ഞ് അതിൽ വീണ് കത്തിപ്പോകുന്നത്. ഇങ്ങനെ കണ്ണിൽ കാണുന്നതായ ആ വർണ്ണവും ആ തിളക്കവും ആ ആകൃതിയും ഒക്കെ കണ്ട് ഈ ശലഭങ്ങൾ അഗ്നിയിൽ ചെന്ന് വീണ് മരണത്തെ വരിക്കുന്നു. ഇതേ പ്രകാരത്തിൽ അല്ലയോ രാവണ, നീയും സീതയെ മോഹിച്ചിട്ട് ഈ പ്രകാരത്തിലുള്ളതായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചു. ഇത് നിനക്ക് മാത്രമല്ല വിപത്തുണ്ടാക്കി വയ്ക്കുന്നത്. നീ രാജാവാണ്, ഭരണാധിപനാണ്. നാട്ടിലുള്ള ഏതെങ്കിലും ആളുകൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അയാളിൽ മാത്രം ഒതുങ്ങും. അയാളെ ശിക്ഷിക്കാനും അയാളെ നിയന്ത്രിക്കാനും നേർവഴിയിൽ നയിക്കാനും വേണ്ടിയിട്ട് നിയമസംഹിതയുണ്ട്, ഭരണാധിപനുണ്ട്. അവര് വേണ്ടുന്നത് ചെയ്തുകൊള്ളു. എന്നാൽ രാജാവ് തന്നെ തെറ്റ് ചെയ്താലോ ആരും നിയന്ത്രിക്കാൻ, ആർക്കും നിയന്ത്രിക്കാനാവില്ല. അപ്പോൾ അതിൻ്റെ ദോഷം, കൊടിയ പാതകങ്ങൾ രാജാവ് ചെയ്യുമ്പോൾ അതിൻ്റെ ദോഷം ആർക്കൊക്കെ വരും? നാട്ടുകാർക്ക് എല്ലാവർക്കും വരും. കാട്ടിയതെല്ലാം അപനയം. അല്ലയോ രാവണ, നീ കാട്ടിയതെല്ലാം അപനയമാണ്, ധർമ്മവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. കാട്ടിയതെല്ലാം അപനയം. നീ അത് നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം. ഈ ലങ്കാപുരിയിലുള്ള ആളുകൾക്ക് പോലും അത് മരണത്തെ വലിച്ചു വെക്കും. അതുകൊണ്ട് രാവണ, നീ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ ഉപദേശിക്കാം. രാമനെ ശരണം പ്രാപിക്കുക, സീതാദേവിയെ രാമന് തിരിച്ചേൽപ്പിക്കുക. അതല്ല നിന്റെ തീരുമാനമെങ്കിൽ
അതിന് നിന്റെ മനസ്സ് നിന്നെ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിന്നെ കാത്തിരിക്കുന്ന വിധി ഇതാണ് എന്നുറപ്പ്. ഈ ഘട്ടത്തിൽ നിന്നെ ഞാൻ വിട്ടുകളയില്ല. ഞാനിതൊക്കെ പറഞ്ഞു, ശരി തന്നെയാണ്. പക്ഷെ തീരുമാനം നിന്റേതാണ്. നീ എന്ത് തീരുമാനിക്കുന്നു? നിനക്ക് വേണമെങ്കിൽ രാമനുമായിട്ട് സ്നേഹത്തിലാകാം, തെറ്റുകൾ പൊറുക്കണം എന്ന് രാമനോട് അഭ്യർത്ഥിക്കുക. അങ്ങനെ രാമനുമായിട്ട് ചങ്ങാത്തത്തിലാവുക, രാമനെ നീ സേവിക്കുക. അങ്ങനെയാകാം. എങ്കിൽ നിനക്കും ഈ നാടിനും ശ്രേയസ്, അല്ലെങ്കിലോ നിനക്കും നാടിനും വിപത്ത്. രണ്ടിലേത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. നീ യുദ്ധത്തിനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ കുംഭകർണൻ പുറകോട്ടില്ല. കുംഭകർണൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇപ്പോൾ പറഞ്ഞു തരേണ്ടത് എൻ്റെ ചുമതല ഞാൻ പറഞ്ഞു തന്നു. പക്ഷേ നീ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ നിന്റെ കൂടെ നിൽക്കേണ്ടത് എൻ്റെ ചുമതല. അത് ഞാൻ ചെയ്തിരിക്കും. ഞാൻ യുദ്ധത്തിന് പുറപ്പെടും. രാമനോട് യുദ്ധം ചെയ്യും, ലക്ഷ്മണനോട് യുദ്ധം ചെയ്യും, സർവ്വ വാനരങ്ങളോടും യുദ്ധം ചെയ്യും. നീ ആ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ സുഖമായി ഈ ലങ്കയിൽ സകല ഐശ്വര്യങ്ങളുടെ നടുവിൽ ദീർഘായുസ്സായിട്ട് ജീവിച്ചുകൊള്ളുക. എങ്കിലും ഒരു കാര്യം ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്ക് വശനാംപുരുഷന് വന്നിടും ആപത്ത് നിർണയം ഓർത്തുകാൺ. നീ ആലോചിച്ച്, ഭംഗിയായിട്ട് ആലോചിച്ച് മനസ്സിലാക്കിക്കൊള്ളൂ. ഏതൊരു മനുഷ്യനാണോ ഇന്ദ്രിയങ്ങൾക്ക് കീഴ്പ്പെട്ടിട്ട്, നേരത്തെ പറഞ്ഞ മാനിൻ്റെയും ശലഭത്തിൻ്റെയും ഒക്കെ പ്രവൃത്തി പോലെ അവരെല്ലാം ഇന്ദ്രിയങ്ങൾക്ക് കീഴ്പ്പെട്ടിട്ടാണ് അങ്ങനെ വിനാശത്തെ ക്ഷണിച്ചു വരുത്തുന്നത്. അങ്ങനെ ഏതെല്ലാം മനുഷ്യൻ പ്രവർത്തിക്കുന്നുവോ അവർക്കെല്ലാം ആപത്ത് ഉറപ്പാണ്. രാവണ, അതുകൊണ്ട് നീ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഇതെല്ലാം മനസ്സിൽ വിചിന്തനം ചെയ്യണം. ഇനിയോ ഇന്ദ്രിയ നിഗ്രഹമുണ്ടെങ്കിലോ, ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ആരാണോ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചു നിർത്തി, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എന്നുള്ളതായ ഇന്ദ്രിയങ്ങൾ, വാക്ക്, പാണി, പാദം, ഉപസ്ഥം, വായു എന്നുള്ളതായ കർമ്മേന്ദ്രിയങ്ങൾ, അവയെല്ലാം അതിൻ്റെ ഇഷ്ടത്തിന് വിടാതെ അവയെല്ലാം ധർമ്മത്തിൻ്റെ മാർഗത്തിൽ തന്നെ ഉറപ്പിച്ച് ആരാണോ നിർത്തുന്നത്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്, അവന് എല്ലാ സൗഖ്യങ്ങളും വരും. ഇത് മാറ്റമില്ലാത്ത നിയമമാണ്. ആ നിയമം എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ടല്ലയോ രാവണ, എന്തു വേണം എന്ന് നീ ചിന്തിച്ച് ഉറച്ച് പ്രവർത്തിച്ചുകൊള്ളുക. എന്ത് തീരുമാനിച്ചു കഴിഞ്ഞാലും കുംഭകർണൻ കൂടെയുണ്ട് എന്നിങ്ങനെ കുംഭകർണൻ പറഞ്ഞു.